ആ, സ്തോ- ഒന്ന് ശമൂവേൽ 18-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. സ്തോത്രം. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ഹല്ലേലൂയ. നമുക്ക് നമുക്കിത് ഈ സന്ദർഭം വായിച്ചിട്ടുണ്ടാകാം, നമ്മുടെ മനസ്സിലുണ്ടാകാം. ദാവീദിനോട് ശൗലിന്റെ മകനായ യോനാഥാൻ എന്ന വ്യക്തി ആ, ഒരു സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കത്തക്കത്തുള്ള ഒരു സ്നേഹിതനായി മാറുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. ഇത് ശൗല് ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ച് അല്ലെങ്കിൽ ദാവീദ് ആദ്യ 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ആ, ദാവീദിനെ നേരെ വായിക്കാനായിട്ട് വിളിച്ചിട്ട് ശൗൽ അവന്റെ നേരെ കുന്തമെറിഞ്ഞ് ഒരു കൊലപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അത് 16-ാം വാക്യത്തിലാണ്. അതിനുശേഷം ഓക്കെ ഗോലിയാത്തിനെ കൊന്നു കഴിഞ്ഞ ശേഷം ദാവീദ് വന്ന് ശൗലിന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞിട്ട് അതിനുശേഷമുള്ള സന്ദർഭം നമ്മൾ വായിച്ചു കേട്ടത്. ദാവീദിനോട് യോനാഥാന് ഭയങ്കര സ്നേഹമായിട്ട് മാറി. ഹല്ലേലൂയ, സ്തോത്രം. അതായത് ദാവീദിന്റെ ജീവിതത്തില് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ദൈവം അയച്ചൊരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ ഇതിനെ കാണുന്നത്, അല്ലെങ്കിൽ ബൈബിൾ ഇതിനെ കാണുന്നത്, നമ്മൾ ഇതിനെ കാണേണ്ടത്. സ്തോത്രം. അതായത് ദൈവം അയച്ച ഒരു സഹായകൻ. നമ്മളതിനെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഡെസ്റ്റിനി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, എത്തുവാൻ വേണ്ടി ദൈവം അയക്കുന്ന ചില സഹായികൾ എന്നാണ് ഹാലലൂയ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അതായത് ദാവീദിന്റെ ജീവിതത്തിൽ അവന്റെ നിർണായകമായ ഘട്ടത്തിൽ, അതായത് തന്റെ തലയിൽ അഭിഷേക തൈലം വീണ ശേഷം ദാവീദിനെ, അല്ലെങ്കിൽ ദാവീദ് ഗോലിയാത്തിനെ കൊന്നു കഴിഞ്ഞ ശേഷം ചില എതിർപ്പുണ്ടായ സമയത്ത് ദാവീദിനോട് ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം അയച്ചു കൊടുത്ത ഒരു സഹായകനാണ് ഈ യോനാഥാൻ എന്ന് പറഞ്ഞ വ്യക്തി. സ്തോത്രം. നമ്മുടെ എല്ലാ ജീവിതത്തിൽ ദൈവം ചില സഹായകരെ അയക്കും. നമ്മുടെ ജീവിത സഹായകർ ആവശ്യമാണ്. കാരണം ദൈവം നമ്മുടെ ജീവിതം നേരിട്ടിറങ്ങി ഒന്നും ചെയ്യാൻ ദൈവമല്ല. ഓഫ് കോഴ്സ് ദൈവം അങ്ങനെയാണ്. ദൈവത്തിന്റെ തത്വം എന്ന് വെച്ചാൽ ചിലരെ അയച്ചു തരിക, അതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലെ ആ നമ്മുടെ ദൈവത്തിന്റെ പ്രോമിസുകൾ, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന് നമ്മളെ ചില പ്രത്യേക സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ ദൈവം അയച്ചു തരുന്ന ചില വ്യക്തികൾ ഉണ്ടാകാം. അവരെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് എന്നാണ് നമ്മൾ സാധാരണ വിളിക്കുന്നത്. അതായത് ദൈവം അയച്ച സഹായകൻ എന്നാണ് വിളിക്കുന്നത്. സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം അയച്ച സഹായകനായിരുന്നു യോനാഥാൻ. നമുക്ക് വേദോസം പഠിക്കുമ്പോൾ ഒരുപാട് പേരെ കാണാൻ സാധിക്കും. ദൈവം അയച്ച സഹായകൻ ഒരുപാട് പേരെ കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ ദാവീദിന്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് അയച്ച ഒരാളാണ് യോനാഥാൻ എന്ന് പറയുന്നത്. അതായത് യോനാഥാൻ അയക്കുമ്പോൾ 4-ാം വാക്യം വായിക്കുമ്പോൾ, 1 ശമൂവേൽ 4-ാം വാക്യം വായിക്കുമ്പോൾ, യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അതും തന്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചിയും എല്ലാം ദാവീദിന് കൊടുക്കുന്നു. സ്വാർത്ഥതയില്ലാതെ ഒരു സ്നേഹം അവിടെ കാണാൻ സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരാളെ അയക്കുമ്പോൾ, ഒരു ഡെസ്റ്റിനി ഹെൽപ്പറെ അയക്കുമ്പോൾ, നമ്മൾ തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെ ഈ ആളെ തിരിച്ചറിയും? ഹല്ലേലൂയ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അയക്കുന്ന ഒരാൾ, ജീവിതത്തിലേക്ക് വരുന്ന ഒരാൾ എന്റെ ഡെസ്റ്റിനി ഹെൽപ്പറായിട്ട് വരുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ദൈവം അയച്ച വ്യക്തിയാണോ എന്ന് നമ്മൾ അറിയുന്ന കുറച്ച് ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ വ്യക്തി എപ്പോഴും ദൈവത്തിലേക്ക് നയിക്കുന്ന ഒരാളായിരിക്കും. നമ്മളെ സേഫ് ആക്കുന്ന ഒരാളായിരിക്കും. ദൈവത്തിലേക്ക് നയിക്കുന്ന ഒരാളായിരിക്കും. നമ്മളെ സേഫ് ആക്കുന്ന ഒരാളായിരിക്കും. പലപ്പോഴും നമുക്ക് വേണ്ടി ത്യാഗങ്ങളെ സഹിക്കുന്ന ഒരാളായിരിക്കും. ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും, യോനാഥാൻ തന്റെ വസ്ത്രങ്ങളെ, തന്റെ ആയുധങ്ങളെ എല്ലാം ഒരു ദാവീദിന് കൊടുക്കുക. എന്തിനു വേണ്ടി? ദാവീദ് യോനാഥാന്റെ ആരുമായിട്ടില്ല. സ്തോത്രം. ഒരു 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 ചെറുപ്പക്കാരൻ മാത്രമാണ്. ഗോലിയാത്തിനെ കൊന്നു എന്നതിന്റെ പേരിൽ ഒരിക്കലും യോനാഥാന് ദാവീദിനോട് സ്നേഹം വന്ന കാര്യമൊന്നുമില്ല. അസൂയ മാത്രമേ ഒന്നുകൊണ്ട് ആവശ്യമുള്ളൂ, ഇല്ലേ? എന്നെക്കാൾ മെച്ചമായി മറ്റൊരാൾ പ്രവർത്തിക്കുമ്പോൾ, ഞാൻ ചെന്നേക്കാൾ ഉപരി മറ്റൊരാൾ നന്നായി പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന വികാരം അസൂയായിരിക്കും. നോർമൽ കേസ്, ആസ് എ നോർമൽ ഹ്യൂമൻ ബീങ്, ഇല്ലേ? അതായിരിക്കും നമ്മുടെ ഭാഗത്തുണ്ടായ ശരിക്കും ഉണ്ടാകുന്ന ഒരു വികാരം. ആദ്യം വരുന്ന വികാരം കുറച്ച് അസൂയാണ്. പിന്നെ ആ മനുഷ്യനെ കുറച്ച് പരിചയപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെ കാണുമ്പോൾ വേറെ വലിയ പരിചയമൊന്നും ദാവീദിന്, പക്ഷെ ദാവീദിനോട് ഭയങ്കര സ്നേഹം തോന്നുകയാണ്. ആ ദൈവം അയച്ചൊരു വ്യക്തി അതുകൊണ്ട് അത് തോന്നുന്നത്. അതായത് നമ്മൾ ഒരു ജീവിതത്തിൽ ഒരാൾ വരുമ്പോൾ നമ്മളോട് ആ വ്യക്തി ദൈവം അയച്ചതാണോ നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നാമത്തെ കാരണങ്ങളൊന്നും നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ആ വ്യക്തിക്കുണ്ട്. അങ്ങനെയുള്ള ചില മൂവുകൾ ആ വ്യക്തിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നെങ്കിൽ തന്റെ സ്വയമായ ത്യാഗം സഹിച്ചുകൊണ്ട് തന്നെ നമ്മളെ സഹായിക്കുന്ന ഒരു അനുഭവം.
സ്തോത്രം. ഇങ്ങനെ നമ്മളെ പിശാചിനും അയക്കാം. സ്വയമായി ത്യാഗം സഹിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സ്വഭാവം പൈശാചിക ശക്തികൾ അയക്കുന്നവർക്കും ആദ്യമേ കാണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ടെസ്റ്റ് ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ വ്യക്തിനെ ദൈവത്തിലേക്ക് നയിക്കുന്നയാളാണോ എന്നൊരു തിരിച്ചറിവ് ഉണ്ടായാൽ മതി ഇത് പിശാചെന്നാണോ ദൈവത്തിനാണോ അറിയാൻ സാധിക്കും. സ്തോത്രം. അതായത് ആ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്വന്തം പ്രാണനെ പോലും വകവയ്ക്കാതെ ദാവീദിനെ ആ, സഹായിച്ച മനുഷ്യനാണ് യോനാഥാൻ എന്ന് വെച്ചാൽ. സ്വന്തം പ്രാണനെ പോലും വകവയ്ക്കാതെ ദാവീദ് കൊല്ലാൻ വേണ്ടി അന്വേഷിച്ചപ്പോൾ ഈ യോനാഥാൻ സ്വന്തം പ്രാണനെ പോലും വകവയ്ക്കാതെ ദാവീദിനെ വിളിക്കുവാൻ സഹായിച്ച ഒരാളാണ്. രാജാവാണ്, ഒളിപ്പിച്ചെന്ന് അറിഞ്ഞാൽ സ്വന്തം മകനാണെന്ന് നോക്കില്ല, തലവെട്ടിക്കളയും. ആ ഒരു അവസ്ഥ 19 കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ദാവീദിനെ വിളിക്കുവാൻ സഹായിച്ച ഒരു മനുഷ്യനാണ്. ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരാളായിരിക്കും ഈ ദൈവമായിട്ട് സഹായം എന്ന് വെച്ചാൽ. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തിയായിരിക്കും ദൈവം അയച്ച സഹായം എന്ന് പറയുമ്പോൾ. സ്തോത്രം. പലപ്പോഴും പിശാചിന്റെ അയച്ചവരും അങ്ങനെ ഉണ്ടാകാം. നമ്മളെ അങ്ങനെ അവരങ്ങനെ സഹായിക്കുന്ന വ്യാജേന കാണിക്കും. പക്ഷെ പലപ്പോഴും ദൈവത്തിലേക്ക് നയിക്കുകയായിരിക്കില്ല ഉദ്ദേശം അവരുടെ. അതാണ് നമ്മൾ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ മാർഗം. നമ്മളിലേക്ക് വരുന്ന ഒരു വ്യക്തി ദൈവം അയച്ച വ്യക്തിയാണോ അതോ പിശാചിന്റെ അയച്ച വ്യക്തിയാണോ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഈ മനുഷ്യൻ, ഈ വ്യക്തി നമ്മുടെ ദൈവത്തിലേക്ക് അടുക്കുവാൻ സഹായിക്കുന്ന വ്യക്തിയാണോ എന്നുള്ള ഒറ്റ ഒരു തിരിച്ചറിവുണ്ടായാൽ മതി. വേറെ എന്ത് കാര്യം ഒരു പലതും ഈക്വലെ തോന്നിയേക്കാം, നമ്മളെ സഹായിച്ചേക്കാം, നമ്മളെ സ്വയം ത്യാഗം ചെയ്ത് നമുക്കറിയാം ഈ മദ്യപിക്കുന്നവര്, ഈ മദ്യപിക്കുന്ന ആൾക്കാർ, ഒരു മദ്യപാനി മറ്റൊരു മദ്യപാനിയെ കണ്ടാൽ സ്വന്തം പോക്കറ്റിലെ കാശ് എടുത്ത് മദ്യം വാങ്ങിച്ചു കൊടുക്കും. അത് മദ്യപാനികളുടെ സ്നേഹം കൊണ്ടൊന്നുമല്ല, അവരുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗം. അവിടെ ഒരു ത്യാഗമാണ് സഹിക്കുന്നില്ല, ത്യാഗമാണ് അവിടെ ആ മദ്യപാനി ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും അത് എനിക്കൊരാൾ മദ്യം വാങ്ങിച്ച് സ്വന്തം കയ്യിലെ കാശെടുത്ത് മദ്യം വാങ്ങിച്ചു വരുമ്പോൾ എന്നെ സഹായിക്കുകയല്ല ചെയ്യുന്നത്, എന്നെ നശിപ്പിക്കാനാണ് ചെയ്യുന്നത്. അത് ആ വ്യക്തിയെ സംബന്ധിച്ച ഒരു ത്യാഗമാണ്, നഷ്ടമാണ്. പക്ഷെ അത് അൾട്ടിമേറ്റ്ലി എൻഡ് ഓഫ് ദി ഡേ അത് സംഭവിക്കുന്നത് ഒരു നാശത്തിന്റെ പാതയിലേക്ക് എന്നെ നയിക്കുന്നത്. അതൊരിക്കലും നമ്മളെ സഹായിക്കുന്ന വ്യക്തിയല്ല. ഓഫ് കോഴ്സ് സഹായിക്കുന്ന വ്യക്തി ആണെന്ന് വേണമെങ്കിൽ ഫോർ ടൈം ബീക്ക് വേണമെങ്കിൽ പറയാം. അത് എന്റെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രക്രിയയായി മാറാറുണ്ട്. അപ്പൊ അത് ദൈവത്തിൽ നിന്നുള്ള ആളല്ല. പക്ഷെ എന്നെ ദൈവത്തിലേക്ക് നയിക്കുന്ന ഒരാളാണോ ആ വ്യക്തി എന്നെ സഹായിക്കുന്നത്, ത്യാഗം സഹായിക്കുന്നെങ്കിൽ അതാണ് ദൈവത്തിൽ നിന്നുള്ള വ്യക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മളെ ഇവര് നിയന്ത്രിക്കുന്നതായിരിക്കത്തില്ല. യോനാഥാനെയും ദാവീദിനെയും നോക്കാം. ഒരിക്കലും ദാവീദിനെ കൺട്രോൾ വ്യക്തി ആയിരുന്നില്ല യോനാഥാൻ. ഇപ്പോഴും ദാവീദിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിന്നോർത്ത വ്യക്തിയാണ് യോനാഥാൻ എന്ന് പറയുന്നത്. ദാവീദ് ആഗ്രഹിക്കുന്ന പോലെ ദാവീദിന് വേണ്ടി നിന്നോർത്ത വ്യക്തിയാണ് യോനാഥാൻ എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മളെ കൺട്രോൾ വ്യക്തി ആയിരിക്കത്തില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിലർ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് നമ്മളെ സഹായിക്കുന്ന പോലെ അവർ ഇങ്ങനെ സഹായിക്കുന്ന പോലെ അഭിനയിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മുടെ ചില ഫ്രണ്ട്സുകളില്ലേ, നമ്മളെ സഹായിക്കുന്ന പോലെ നടിക്കും. നമുക്ക് ദൈവത്തിലേക്ക് അടുക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരാൾ നടിക്കും. നമുക്ക് പല ഉപദേശങ്ങൾ തരും. ചിലപ്പോൾ ത്യാഗം സഹിച്ച് നമുക്ക് വേണ്ടി ചില നന്മകൾ ചെയ്യും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ, അവരുടെ എപ്പോഴും നമ്മളെ ഒതുക്കുവാൻ ശ്രമിക്കുന്നെങ്കിൽ, അവർ പറയുന്ന പോലെ പോകണമെന്ന് നമ്മളെ കുറിച്ച് ശഠിക്കുന്നെങ്കിൽ അവർ ഒരിക്കലും ദൈവത്തിനുള്ളവരല്ല, ദൈവത്തിന്റെ സഹായകരല്ല, ദൈവത്തിൽ നിന്നുള്ള സഹായകരല്ല, മറിച്ച് അവർ ഡിമോണിക് പവേഴ്സിന്റെ സഹായരാണ്. ഇവിടെ വേറൊരു ടോപ്പിക് കൂടി ഉണ്ട്, ഡെസ്റ്റിനി ഡെസ്ട്രോയ് അല്ലെങ്കിൽ ഡെസ്റ്റിനി ബ്ലോക്കേഴ്സ് ഒരു ടോപ്പിക് കൂടി ഉണ്ട്. അത് വേറെയാണ്. ഇത് ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് എന്ന ടോപ്പിക്ക് ഞാൻ പറയുന്നത്. അപ്പൊ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേദോസ് നോക്കുമ്പോൾ ഒരുപാട് പേരെ അങ്ങനെ കാണാൻ സാധിക്കും. അതായത് ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് എന്നുള്ള കാറ്റഗറി. ഞാൻ ഒരു കാര്യം മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ, യോനാഥാന്റെ ദാവീദിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അവിടെ വളരെ സിമ്പിളായി 3 കാര്യങ്ങളാണ്. അതായത് യോനാഥാൻ ദാവീദിനെ തന്റെ പ്രാണനെ പോലെ സ്നേഹിച്ചു, ത്യാഗം സഹിച്ച് സ്നേഹിച്ചു, തന്റെ പ്രാണൻ പോലും മറന്നുകൊണ്ട് ദാവീദിനെ ഹല്ലേലൂയ രക്ഷപ്പെടാൻ സഹായിച്ചു. കൂടാതെ ഈ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് എന്ന് പറഞ്ഞ ജനങ്ങൾ കുറച്ചു നേരത്തേക്ക് മാത്രമേ കാണൂ. ഒരിക്കലും അവർ നമ്മുടെ ജീവിതത്തിൽ പെർമനന്റ് ആയി നിൽക്കുന്ന വ്യക്തികളായിരിക്കുകയില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള 3-4 പോയിന്റ്സ് പറഞ്ഞു. കുറെ പോയിന്റ്സിന്റെ പക്ഷേ 3-4 പോയിന്റ്സ് മാത്രമേ പറയുന്നു. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, നമ്മളെ ദൈവത്തിലേക്ക് നടക്കുവാൻ സഹായിക്കുന്നവരായിരിക്കും. നമ്മളെ കുറിച്ചുള്ള കർത്താവിന്റെ വിളിയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നവരായിരിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മളെ സ്വന്തം ത്യാഗം സഹിച്ചും നമ്മളെ സഹായിക്കുന്നവരായിരിക്കും. 4മത്തെ കാര്യം, നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നവരായിരിക്കുകയില്ല. യോനാഥാന്റെയും ദാവീദിന്റെയും ഉദാഹരണം വെച്ച് ഞാനത് പറഞ്ഞു. നമ്മുടെ കുറവുകളെ അവർ മനസ്സിലാക്കി നമ്മളെ സഹായിക്കുന്നവരായിരിക്കാം. നമുക്കൊരു ഉദാഹരണം എടുത്താൽ മോശയും അഹരോനും. മോശയുടെ വിക്കിനെ ഹല്ലേലൂയ അതിനെ റിസോൾവ് ചെയ്യാൻ ദൈവം അയച്ച ഒരു സഹായനാണ് അഹരോൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അയക്കുന്ന ചില വ്യക്തികൾ നമ്മളെ ദൈവം അയച്ചതാണോ എന്ന് തിരിച്ചറിയാനുള്ള 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇവ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ വ്യക്തികളെ സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില ആൾക്കാർ വേണം.
നമ്മുടെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് നമുക്ക് വേണം. ദൈവം അയക്കുന്നവരാണ് അവർക്ക്. ബിക്കോസ് നമ്മുടെ ജീവിതയാത്ര ഒരുമിച്ച് പോകുക എന്നുള്ളത്, ഒറ്റയ്ക്ക് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ആവശ്യമാണ്. ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ കർത്താവോട് പറയാം, കർത്താവെ എന്റെ ജീവിതത്തിൽ എന്നെ ശരിയായ പദം നയിക്കുന്ന ചില ബന്ധങ്ങൾ എനിക്ക് ആവശ്യമാണ്, ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിന് എനിക്ക് വേണം, എനിക്കത് അയച്ചു തരണം കർത്താവ്. കർത്താവോട് പ്രാർത്ഥിക്കാം. ഉറപ്പായിട്ട് ദൈവം അത് ചെയ്യും. തക്ക സമയത്ത് പ്രത്യക്ഷപ്പെടും. തക്ക സമയത്ത് ദൈവം അവരെ അയക്കും. ഈ ദിവസങ്ങളിൽ ഇതുവരെ അങ്ങനെ നിങ്ങളുടെ ഇതാരും വന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പ്രാർത്ഥന നമ്മൾ ഉയരണം. കർത്താവ് എനിക്കത് വേണം അപ്പ. എന്റെ ജീവിതം ദൈവത്തിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തുക, ദൈവത്തിന്റെ ആഗ്രഹം വെളിപ്പെടുത്തുക. എനിക്ക് ഞാൻ ആഗ്രഹിക്കും, ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന വഴിയിൽ നടക്കുവാൻ എന്നെ നയിക്കേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ എനിക്ക് കാണിച്ചു തരണമെന്നുള്ള പ്രാർത്ഥന നമ്മൾ ദിവസങ്ങൾ വരുവാൻ ഇടയായി തീരുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവം അത് ഉറപ്പായിട്ടും ചെയ്യും. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിനുവേണ്ടി കാത്തിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. God bless you all. തുടർന്ന് നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ സമയത്ത് എടുക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട